നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലുള്ള അതിമനോഹരമായ ഒരു സൈറ്റിലാണ്. ഏകദേശം 1.5 വർഷത്തിന് മുമ്പായിരുന്നു ഈ വീടിൻ്റെ ഹൗസ് വാമിങ്. ആ ഒരു ടൈമിൽ ഇവർ യൂസ് ചെയ്തിരുന്നത് നാച്ചുറൽ ഓടായിരുന്നു. ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് ഇവിടുത്തെ റൂഫ് ഏരിയ വരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും നാച്ചുറൽ ഓട് മാറ്റിയിട്ട് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലാണ്. ഈ ഒരു സൈറ്റിൽ പൂർണ്ണമായിട്ടും ഓട് മാറ്റാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലീക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു, മറ്റൊന്ന് വെയ്റ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ലീക്കിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ഈ വീഡിയോ കാണുന്ന പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കിടക്കുന്നത് നാച്ചുറൽ ഓടാണ്, ക്ലേ ഓടാണ് എന്ന് പറയും. പക്ഷേങ്കിൽ അന്നത്തെ ക്വാളിറ്റിയിൽ ഒരിക്കലും ഇന്ന് ക്ലേ ഓട് കിട്ടുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സൈറ്റ്. കാരണം ഈ ഓടിനൊന്നും പായൽ പിടിക്കാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ഓട് പൂർണ്ണമായിട്ടും ഇവർ മാറ്റിയിട്ട് ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓട് വരുന്നതിൻ്റെ വെയിറ്റ് 2 കിലോളം വരുന്നുണ്ട്. ഈ 2 കിലോളം വരുന്ന വെയിറ്റ് വരുന്ന ഈ ഒരു ഓട് ടോട്ടൽ 1 സ്ക്വയർ ഫീറ്റിനകത്തേ ഉള്ളൂ വരുന്നത്. അപ്പോൾ ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റാണ് ഇവിടുത്തെ റൂഫ് ഏരിയ വരുന്നത്. ഈ 10,000 സ്ക്വയർ ഫീറ്റ് തന്നെ ഓട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫിലേക്ക് വരുന്ന വെയിറ്റ് 20,000 കിലോയാണ്. അതായത് ഒരു ഓട് 2 കിലോ വെയിറ്റ് വരുമ്പോൾ നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഏറെക്കുറെ 20,000 കിലോയ്ക്ക് മുകളിലാണ് വെയിറ്റ് വരുന്നത്. ഇത്രത്തോളം വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ അന്ന് യൂസ് ചെയ്തിരുന്നത് 4x2 റാഫ്റ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഗ്യാപ്പ് അവർ കൊടുത്തിരുന്നത് ഏകദേശം 3 അടിയാണ്, 90 സെൻറ്റി ആയിരുന്നു അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരുന്നത്. എന്നിട്ട് പോലും റാഫ്റ്റർ ഓടിൻ്റെ വെയിറ്റ് കാരണം ബെൻഡായതിനു ശേഷം ഓടിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുകയും അതിലൂടെ ലീക്ക് വരികയും ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ഈ സൈറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഓട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത് 4x2 റാഫ്റ്റർ യൂസ് ചെയ്തിരുന്നത്. അതേ സ്ഥാനത്ത് ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലാണ് എങ്കിൽ 3.5 റാഫ്റ്റർ ഉപയോഗിക്കുകയും ഇവർ ഓടിന് വേണ്ടി എടുത്തിരുന്ന ഗ്യാപ്പ് 3 അടിയാണ്, ഏകദേശം 90 സെൻറ്റിയാണ് എടുത്തിരുന്നത്. അതേസമയം ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലാണ് എങ്കിൽ 3 അടി എന്നുള്ളത് ഒരു 5 to 6 അടി വരെ, ഏകദേശം ഈ ഒരു 2 റാഫ്റ്ററിൻ്റെ ഗ്യാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇടാൻ സാധിക്കും. മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഏകദേശം 3-1 തന്നെ നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. ഈ ഒരു സൈറ്റിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടൈലിൻ്റെ റോയൽ പ്രൊഫൈലിൽ വരുന്ന ബാർക്ക് റെഡ് എന്ന് പറയുന്ന കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏകദേശം 6 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അതിന് വെയിറ്റ് വരുന്നത് 3 കിലോയിൽ താഴെ ഉള്ളൂ. 10,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഡോക്ടൈലിൻ്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ കയറ്റുമ്പോൾ അതിൽ വരുന്ന വെയിറ്റ് വെറും 5,000 കിലോയിൽ താഴെയായിരിക്കും. രാജ്യം ഭരിക്കുന്ന രാജാവിന് കിരീടമാണ് മൂല്യമെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിൻ്റെ റൂഫിങ്ങിൽ തന്നെയായിരിക്കും. നിങ്ങൾ റൂഫ് ചെയ്യുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡായ ഡോക്ടൈൽ റൂഫിങ്ങുമായിട്ട് ബന്ധപ്പെടും.